ഡൊണാൾഡ് ട്രംപിനെതിരെ കഴിഞ്ഞ ദിവസമുണ്ടായ വധശ്രമത്തോടെ അമേരിക്കയിൽ രാഷ്ട്രീയ ചിത്രം ആകെ മാറുന്ന കാഴ്ചകളാണ് പുറത്തുവരുന്നത്. നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇതോടെ ട്രംപ് വിജയിക്കാനുള്ള സാധ്യത വർദ്ധിച്ചുവെന്നാണ് വിലയിരുത്തൽ. ട്രംപിനെതിരെ നടന്ന വധശ്രമം എങ്ങനെയാണ് എന്നത് ഞാൻ പ്രേക്ഷകരിൽ ഒന്ന് വിശദമായി എത്തിക്കാം. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാൻ. ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ച ആ പ്രതിയുടെ പേര് പ്രേക്ഷകർ ഓർമ്മിച്ചോളൂ. തോമസ് മാത്യു ക്രൂക്സ്. എത്രയുണ്ട് പ്രായമെന്നറിയോ? 20 വയസ്സേ ഉള്ളൂ. ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം ഒരു നഴ്സിംഗ് ഹോമിലെ ജീവനക്കാരനായിരുന്നു ഈ തോമസ് മാത്യു ക്രൂക്സ്. പക്ഷേ ഈ തോമസ് മാത്യു ക്രൂക്സ് എങ്ങനെയാണ് ഈ കൃത്യത്തിലേക്ക് എത്തിയത്? എന്തായിരുന്നു ലക്ഷ്യം? ആരാണ് തോമസ് മാത്യു ക്രൂക്സ്? നമുക്കൊന്ന് നോക്കി വരാം. നമുക്ക് ഒന്ന് പരിശോധിക്കാം എന്താണ് പെൻസിൽവാനിയയിൽ സംഭവിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 3:40 അമേരിക്കയിൽ ആ സമയം ശനിയാഴ്ച വൈകിട്ട് 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ് പെൻസിൽവാനിയയിലെ വലിയ റിപ്പബ്ലിക്കൻ കൺവെൻഷൻ, ആ റിപ്പബ്ലിക്കൻ റാലിയിൽ സംസാരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വലിയ ആൾക്കൂട്ടം പ്രേക്ഷകർക്ക് കാണാം. ഇരച്ചാർത്തെത്തുന്ന ഒരു വലിയ ഒരു സമൂഹമാണ്. ഏകദേശം ഒരു 100 മീറ്ററോളം ദൂരത്തിൽ റിപ്പബ്ലിക്കൻ അനുയായികൾ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസംഗം കേൾക്കാനും ഈ റാലിയിൽ പങ്കെടുക്കാനുമായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപിന് ഒരുക്കിയിരിക്കുന്ന വേദി. ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്ന വേദിയിൽ നിന്ന് കൃത്യം 137 മീറ്റർ അകലെ തോമസ് മാത്യു ക്രൂക്സ് എന്ന് പറയുന്ന 20 വയസ്സുകാരൻ കയ്യിലൊരു AR-15 ഗണ്ണുമായി നിലയുറപ്പിക്കുന്നു. ഇവിടെ നേരിട്ട് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ കഴിയുന്ന തരത്തിൽ കൃത്യമായി വ്യൂ കിട്ടുന്ന തരത്തിൽ അദ്ദേഹം പൊസിഷൻ ചെയ്യുന്നു തോമസ് മാത്യു ക്രൂക്സ്. സമയം 6:03. ഡൊണാൾഡ് ട്രംപ് വേദിയിലേക്ക് എത്തുന്നു. വേദിയിലേക്കെത്തി ഏകദേശം 7 മിനിറ്റ് നേരം ഡൊണാൾഡ് ട്രംപ് വേദിയിൽ സംസാരിച്ചിട്ടുണ്ടാകും. ഡൊണാൾഡ് ട്രംപിൻ്റെ സുരക്ഷാ വലയം സീക്രട്ട് സർവീസ് പോലീസിനാണ്. ഈ സീക്രട്ട് സർവീസിലെ ഷാർപ്പ് ഷൂട്ടർമാർ സ്നിപ്പർ ഗണ്ണുമായി പലയിടങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്ന ഈ വേദിയുടെ പുറകുവശത്ത് കെട്ടിടത്തിൻ്റെ മുകളിൽ 2 ഇടത്ത് ഈ സീക്രട്ട് സർവീസിലെ സ്നിപ്പർ ഷാർപ്പ് ഷൂട്ടേഴ്സ് ഉണ്ട്. അവർക്ക് 100, 200, 250 മീറ്റർ ദൂരെയുള്ള ഏതൊരു ചലനവും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ആദ്യഘട്ടത്തിൽ തോമസ് മാത്യു ക്രൂക്സ് ഈ 137 മീറ്റർ അകലെ നിലയുറപ്പിച്ചത് ഈ സീക്രട്ട് സർവീസ് ഷൂട്ടർമാർക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ റാലിക്കെത്തിയിരിക്കുന്ന ചില ആളുകൾ ഇവരെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. ദാ അവിടെ സംശയകരമായ സാഹചര്യത്തിൽ ഒരാൾ നിൽക്കുന്നുവെന്ന്. ഈ സ്നിപ്പർ ഷൂട്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് മുൻപ് അപ്പോഴേക്കും ട്രംപിൻ്റെ പ്രസംഗം 7 മിനിറ്റ് പിന്നിട്ട് സമയം 6:11 ശനിയാഴ്ച വൈകുന്നേരം എത്തിയിരുന്നു. ഈ തോമസ് മാത്യു ക്രൂക്സിൻ്റെ AR-15 റൈഫിളിൽ നിന്നും തുടരെ വെടിയുണ്ടകൾ വരുന്നു. ആ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ പകയ്ക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തുടർച്ചയായിട്ടുള്ള ഷൂട്ടിങ്ങിൽ ഡൊണാൾഡ് ട്രംപ് ചെവി ഒന്ന് തിരിക്കുന്നു. അങ്ങനെ ചെവി തിരിച്ച് ഒന്ന് മാറുന്നതോടുകൂടി ചെവിയുടെ ഒരു ഭാഗത്തേക്ക് ഒരു വെടിയുണ്ട വന്ന് തറയ്ക്കുന്നു. ഡൊണാൾഡ് ട്രംപ് താഴേക്ക് വീഴുന്നു. അതേസമയം ചുറ്റുപാടും നിന്ന മനുഷ്യരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ, അവിടെ ഈ റാലിയിൽ പങ്കെടുക്കുന്നതിനായി കുടുംബവുമായിട്ട് എത്തിയിരിക്കുന്ന ആളുകളിൽ ഒരാൾ, കോറി കംപറേറ്റർ എന്നാണ് അയാളുടെ പേര്. കോറി കംപറേറ്റർ തൻ്റെ മകളെയും ഭാര്യയെയും കവർ ചെയ്തുകൊണ്ട് വെടിയുണ്ടയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ കോറി കംപറേറ്ററിൻ്റെ ശരീരത്തും ഈ വെടിയുണ്ട പതിക്കുകയും ചെയ്യുന്നു. ട്രംപ് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ട്രംപിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സീക്രട്ട് സർവീസിലെ ജീവനക്കാരും എല്ലാവരും കൂടി ഒരുമിച്ചെത്തുന്നു. പക്ഷേ ആ സമയത്തും ഡൊണാൾഡ് ട്രംപ് ഫൈറ്റ് എന്നാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോരാടണം എന്ന് പറയുകയാണ്. ഇന്ന് അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ടിരിക്കുന്ന ചിത്രത്തിൽ നിർഭയം, വിത്തൗട്ട് ഫിയർ എന്ന ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ഡൊണാൾഡ് ട്രംപിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ ഒരു തരംഗമുണ്ടാക്കി മാറ്റിയിട്ടുണ്ടെന്നും ഈ ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുപ്പിൽ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വീരപുരുഷനായി ചിത്രീകരിക്കുന്നുവെന്നും ഒക്കെയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും അമേരിക്കയിൽ ഡോളറിൻ്റെ വില ഇടിഞ്ഞുവെങ്കിലും ഓഹരി വിപണിയിൽ കയറ്റമുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വിപണിയിലും ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായൊരു കാലമാണെന്ന് മാധ്യമങ്ങൾ പ്രവചിക്കുന്നു. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ആരാണ് ഈ തോമസ് മാത്യു ക്രൂക്സ് എന്ന 20 വയസ്സുകാരൻ. തോമസ് മാത്യു ക്രൂക്സിനെ ഈ വെടിവെച്ച സമയത്ത് തന്നെ ഈ ഷാർപ്പ് ഷൂട്ടർ 134 മീറ്റർ അകലെ നിന്നും വെടിവെച്ച് വീഴ്ത്തുകയാണ്. അങ്ങനെ ഈ മാത്യു ക്രൂക്സ് കൊല്ലപ്പെടുന്നു. മാത്യു ക്രൂക്സിന് വയസ്സ് 20.
പെൻസിൽവാനിയയിലെ ബഥെയിൽ പാർക്ക് സ്വദേശിയാണ് ഇദ്ദേഹം. സാധാരണ വലിയ സമ്പന്നരൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശത്താണ് മാത്യു ക്രൂക്സും താമസിക്കുന്നത്. സ്കൂളിൽ മിടുക്കനായിരുന്ന വിദ്യാർത്ഥിയാണ് മാത്യു ക്രൂക്സ്. മാത്യു ക്രൂക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ രക്ഷിതാക്കളും ചില കാര്യങ്ങൾ അറിയണം. മാത്സ് ആൻഡ് സയൻസ് ഇനിഷ്യേറ്റീവിൻ്റെ സ്റ്റാർ അവാർഡ് വാങ്ങിയ ഒരു പ്രതിഭയായിരുന്നു ഈ തോമസ് മാത്യു ക്രൂക്സ്. ഒരു സമ്പന്നമായ കുടുംബത്തിലാണ് ജനനം. പക്ഷേ ഏകാഗിയായിരുന്നു, അന്തർമുഖനായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ ബഥെയിൽ പാർക്കിൻ്റെ ഒരു പ്രത്യേകത, വേട്ടയാടലൊക്കെ നിയമപരമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം തോക്കുകളുമായി ബന്ധപ്പെട്ടുള്ള കായിക പ്രകടനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത് 2022 തോമസ് മാത്യു ക്രൂക്സ്. നഴ്സിംഗ് ഹോമിൽ ഒരു കിച്ചൺ ഹെൽപ്പറായി അദ്ദേഹത്തിൻ്റെ പഠനശേഷം ജോലി ആരംഭിക്കുന്നു. വോട്ടർ രജിസ്റ്ററിൽ റിപ്പബ്ലിക്കൻ അനുഭാവിയാണ് അച്ഛൻ, ഡെമോക്രാറ്റിക് അനുഭാവിയാണ് അമ്മ. തൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് റിപ്പബ്ലിക്കൻ അനുഭാവി എന്ന കോളത്തിലാണ്. ഒരു വർഷമായി ഷൂട്ടിംഗ് ക്ലബ്ബിൽ അംഗമാണ്. പക്ഷേ തോമസ് മാത്യു ക്രൂക്സിന് നേരെ ഈ തോക്ക് പിടിക്കാൻ കഴിയില്ലെന്നും ലക്ഷ്യത്തിലേക്ക് വെടിവെക്കാൻ കഴിയില്ലെന്നും കൂട്ടുകാർ പരിഹസിക്കുമായിരുന്നു അത്രേ. എന്തുകൊണ്ട് ഈ തോമസ് മാത്യു ക്രൂക്സ് വെടിവെച്ചു എന്ന ചോദ്യം, എന്തുകൊണ്ടിത് ചെയ്തു? കാരണം ഇപ്പോഴും വ്യക്തമല്ല. അന്വേഷണ ഏജൻസി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നീളുമെന്നാണ് FBI പറയുന്നത്. മാസങ്ങൾ എടുത്തേക്കാം. ഒരുപക്ഷെ നവംബറും കടന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും കാരണത്തിലേക്ക് പോയേക്കാം. കണ്ടെത്തിയതൊരു സെമി ഓട്ടോമാറ്റിക് AR-15 റൈഫിളാണ്. തോക്ക് ഈ ക്രൂക്സിൻ്റെ പിതാവിൻ്റേതാണ്. സ്കൂൾ റൈഫിൾ ടീമിൽ അംഗമാണ് തോമസ് മാത്യു ക്രൂക്സ്. ഈ സ്കൂൾ ടീമിൽ ഇടം നേടാൻ വേണ്ടി ഒട്ടേറെ തവണ പരിശ്രമിച്ചു. അതിൽ പലതും പരാജയപ്പെട്ടു. മാത്രവുമല്ല, കൂട്ടുകാർ പലതവണ തോമസ് മാത്യു ക്രൂക്സിനെ കളിയാക്കുമായിരുന്നു അത്രേ. തോമസ് മാത്യു ക്രൂക്സിനെ വെടിവെക്കാൻ അറിയില്ല, ലക്ഷ്യമില്ല തുടങ്ങിയ കാര്യങ്ങൾ. ഇതൊക്കെ അദ്ദേഹത്തെ ഏകാഗിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതായിരിക്കാം തോമസ് മാത്യു ക്രൂക്സിന് താൻ ഒരു കഴിവുള്ളയാളാണെന്ന് തെളിയിക്കാൻ വേണ്ടി കൂട്ടുകാരുടെ പരിഹാസത്തെ അതിജീവിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണോ എന്നാണ് FBI ഇപ്പോൾ അന്വേഷിക്കുന്നത്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ അമേരിക്കയിലെ പ്രസിഡന്റുമാർക്കെതിരെയുള്ള വധശ്രമങ്ങളും കൊലപാതകങ്ങളും. എബ്രഹാം ലിങ്കനെ 1865 1881 ജെയിംസ് ഗാർഫീൽഡിനെയും 1901 വില്യം മക്കിൻലിയെയും 1963 ജോൺ എഫ് കെന്നഡിയെയും വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ജോൺ എഫ് കെന്നഡിയെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ അന്ന് കൊലപാതകയുടെ ലക്ഷ്യം ഒരു സൂപ്പർ താരമായിരുന്ന നായിക നടിയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൃത്യം ചെയ്തത് എന്നാണ്. സമാനമായ രീതിയിലാണോ മാത്യു ക്രൂക്സ് അത് ചെയ്തത് എന്ന് നമുക്കറിയില്ല. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും തിയോഡർ റൂസ്വെൽറ്റും ഹാരി എസ് ട്രൂമാനും ജെറാൾഡ് ഫോർഡും റൊണാൾഡ് റീഗനും ജോർജ് ബുഷുമെല്ലാം ഈ വധശ്രമങ്ങളെ അതിജീവിച്ചവരാണ്. വധശ്രമങ്ങളെ അതിജീവിച്ചവരുടെ പട്ടികയിൽ അങ്ങനെ ഡൊണാൾഡ് ട്രംപ് കൂടി എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്ന് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതും രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുമായ ഒരു പാഠമുള്ളത്, ഏറെ പഠനത്തിൽ താല്പര്യമുണ്ടായിരുന്ന, മാത്സിൽ താല്പര്യമുണ്ടായിരുന്ന ഈ മാത്യു ക്രൂക്സ് പക്ഷേ കൂട്ടുകാരുടെ കളിയാക്കലിൽ അസ്വസ്ഥനായിരുന്നു എന്നാണ്. കൂടെ പഠിച്ചവർ കളിയാക്കുന്നതാണ് അദ്ദേഹത്തെ വിഷമത്തിലാക്കിയിരുന്നതും ഏകാഗിയാക്കി മാറ്റിയിരുന്നതും. ഒരു പക്ഷേ ആ പരാജയങ്ങളുടെ പരിഹാസമാണ് മാത്യു ക്രൂക്സിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്ന് ഒരു പക്ഷേ FBI സംശയിക്കുന്നുണ്ട്. അതാണ് കാരണമെങ്കിൽ നമ്മളൊക്കെ ഈ കുട്ടികളെ പലപ്പോഴും അവർക്ക് പരിമിതമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് കളിയാക്കുന്നത് നമ്മൾ നിർത്തണം എന്നതുകൂടിയാണ് മാത്യു ക്രൂക്സ് നമുക്ക് നൽകുന്ന പാഠം.